എതിരഭിപ്രായം പറയുന്നവരെ ഇല്ലാതാക്കുന്നതാണോ CPM-ന്റെ ഒരു നിലപാട്? ഇപ്പൊ അങ്ങേക്ക് അനുഭവത്തിൽ അങ്ങനെ അല്ലല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തോടത്ത് എതിരഭിപ്രായം പാർട്ടിക്കകത്ത് പറയുന്നവരെ ഇല്ലാതാക്കില്ല. പിന്നെ വർഗശത്രു എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കേണ്ടതാണ്. ഇന്ത്യയിലെ വർഗശത്രു ആരാണ്? പാർട്ടി പരിപാടി അനുസരിച്ച് വിജയരാഘവൻ പാർട്ടി പരിപാടി വായിച്ചിട്ടുണ്ടെങ്കിൽ തലതിരിച്ച് വായിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഞാൻ തലതിരിച്ചാൽ വായി അയാൾ പറയുകയാണ്. വല്ല വിവരമായിട്ട് തൊട്ട് തെറിച്ചിട്ടുണ്ടോ? 32 വർഷം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഞാൻ. വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞാൻ എടുക്കാത്ത ക്ലാസ്സില്ല. ഞാൻ തലതിരിച്ച് വായിച്ചവരായതുകൊണ്ടാണോ 32 വർഷം പാർട്ടിയിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ടത്? ഞാൻ സ്വയം മെമ്പർഷിപ്പിൽ നിന്ന് ലെവി കൊടുത്ത് പുതുക്കാതിരുന്നത് മാത്രമാണ്. അന്നൊന്നും ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് സങ്കല്പിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പാർട്ടിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാണ് ഞാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഞാൻ ആരോടും ചോദിച്ചിട്ടല്ല. ഒരു ഘട്ടം കഴിഞ്ഞാണ് കോൺഗ്രസ് പിന്തുണയായിട്ട് വന്നത്. അവർ ബുദ്ധിയുള്ളവരായതുകൊണ്ട്. ഈ വിജയരാഘവനെ പോലെ ബുദ്ധിയില്ലാത്തവരല്ലാത്തതുകൊണ്ട് അവർ പിന്തുണ പ്രഖ്യാപിച്ചു. അവർക്ക് പ്രയോജനം ഉണ്ടാവും പല മേഖലകൾ. അത് അവർക്ക് ബുദ്ധിയുണ്ട്. രാഷ്ട്രീയ ബുദ്ധി അവർക്കാണ്. മറ്റു മണ്ഡലങ്ങളിലും സ്വാധീനിക്കുമായിരിക്കും എന്ന് അവർ പറയുന്നു. എനിക്കറിയില്ല. എൻ്റെ വലിപ്പത്തെ പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അത് ഞാൻ പറയാറ്. ഞാൻ മറുപടി പറയുകയാണ്. വിജയരാഘവൻ സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം. നിങ്ങൾ സംസാരിക്കുന്ന ആർക്കും തിരിയത്തില്ല. നിങ്ങൾക്ക് ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രോപ്പറായിട്ട് വായിച്ചിട്ടില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അനാവശ്യം പറയുകയാണ്. ഞാൻ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും മാറി ഞാൻ വിജയരാഘവനെ ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ പറഞ്ഞതിന് മറുപടി പറയുകയാണ് അദ്ദേഹം. എന്നിട്ട് പറയുകയാണ്, വർഗവഞ്ചകന്മാരോട് പിണറായി നല്ല ഭാഷയിൽ സംസാരിക്കില്ല അല്ലേ? അതെ. അപ്പോൾ പിണറായിയെ ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? ഇതുപോലെയുള്ള വിദൂഷകന്മാരല്ലേ? പിണറായിയുടെ ചുറ്റും കൂടി ഇതുപോലെ വിജയരാഘവന്മാരായ 4-5 പേരുണ്ട്. അവരാണ് നശിപ്പിക്കുന്നത്. ആരാണ് വർഗവഞ്ചകൻ? പാർട്ടി പരിപാടി അനുസരിച്ച് ആരാണ്? നമ്മുടെ എതിർ വർഗങ്ങളെന്ന് പറയുന്നത് മുതലാളിത്തം, ജന്മിത്വം, സാമ്രാജ്യത്വം, ഇത് മാത്രമാണ്. മുതലാളിത്ത ശക്തികൾ, വിശേഷിച്ച് കുത്തക മുതലാളിത്തം, മൊണോപ്പൊളി ക്യാപിറ്റലിസം, ഫ്യൂഡലിസം, മനസ്സിലായില്ലേ? ജന്മിത്വം, അതായത് പിന്നീട് സാമ്രാജ്യം. ഇത് മൂന്നുമാണ് ഞങ്ങളുടെ പ്രധാന ശത്രുക്കൾ, ഇൻ്റർനാഷണലായിട്ടും നാഷണലായിട്ടും. അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ വർഗ ശത്രുക്കളുടെ പ്രതിനിധികളായിട്ട് കാണുന്നത്. പക്ഷേ അവർക്ക് വോട്ട് ചെയ്യുന്നവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് ജനങ്ങൾ വർഗശത്രുക്കളല്ല. ജനങ്ങൾ വർഗശത്രുക്കളാണെന്നാണ് വിജയരാഘവൻ പറയുന്നത്. അയാൾക്ക് അറിയില്ല മാർക്സിസം എന്താണെന്ന്. അയാൾ എൻ്റെ ക്ലാസ്സിലൊന്നും ഇരുന്നിട്ടില്ല. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ കഷ്ടപ്പെട്ട് അടിയന്തരാവസ്ഥയൊക്കെ ജയിലിൽ കിടക്കണമെന്നൊന്നും വിജയരാഘവന്മാരില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. ഇത് ആലപ്പുഴയാണ്. ആലപ്പുഴ ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് ഓർത്തോണം.